നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടുകൂടി സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അരങ്ങ് ഒരിക്കൽ കൂടി ഉണർന്നു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയക്കൊടി പാറിച്ചതോടുകൂടി BJP അണികളും നേതാക്കളുമൊക്കെ ഒരു ആവേശത്തിലാണ്. ആവേശത്തെ വാനോളം ഉയർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയതും ഇവിടെ അണികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് വലിയൊരു പ്രസംഗം നടത്തിയതും. അദ്ദേഹം നൽകിയ ആഹ്വാനം തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കിയത് വഴി ആ നഗരസഭാ വിജയത്തിലൂടെ കേരളത്തെ മൊത്തം പിടിച്ചടക്കുക, വിജയിക്കുക എന്നുള്ളൊരു ആഹ്വാനമാണ്. കേരളം വികസനത്തിൽ മുരടിച്ചു നിൽക്കുകയാണെന്നും UDFും LDFും പരസ്പരം മത്സരിച്ചും ഒത്തുകളിച്ചും ഇവിടുത്തെ വികസനം മുരടിപ്പിച്ചിരിക്കുകയാണെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വികസനത്തിൽ ഊന്നിയുള്ള ഭരണം BJPയുടെ മാത്രമാണെന്നും BJPക്ക് അധികാരം നൽകിയാൽ കേരളത്തെ അങ്ങ് വളർത്തി വാനോളം ഉയർത്തുമെന്നുമാണ് അദ്ദേഹം നൽകിയ വാഗ്ദാനം. തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ മാതൃകാ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ BJP സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ടെന്നും. BJP കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് ആ പ്രഖ്യാപനം അങ്ങനെ അത്ര എളുപ്പത്തിൽ കേരളത്തിൽ നടപ്പാക്കണമെന്നർത്ഥമില്ല. പക്ഷേ ഇത് രാഷ്ട്രീയം ഉപയോഗിക്കാനായിട്ട് BJPക്ക് കഴിയും. കാരണം അവരൊരു കേരള തലസ്ഥാന നഗരത്തിൻ്റെ വലിയൊരു വികസന പദ്ധതി പ്രഖ്യാപിക്കുകയും സംസ്ഥാന സർക്കാർ അതിനോട് സഹകരിക്കുകയും ചെയ്താൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ തലസ്ഥാന നഗരയുടെ വികസനത്തിന് എതിരാണെന്ന് സ്ഥാപിക്കാൻ BJPക്ക് കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയമായ വലിയൊരു പോരാട്ടത്തിന് BJP അരങ്ങൊരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം നൽകുന്ന സൂചന. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ മറ്റൊരു വലിയ സൂചന അദ്ദേഹം CPMനേക്കാൾ എതിരായിട്ട് അദ്ദേഹം ആക്രമിച്ച കോൺഗ്രസിനെയാണെന്നുള്ളതാണ്. കോൺഗ്രസിനെ അദ്ദേഹം എതിർത്തുവെന്ന് മാത്രമല്ല, കോൺഗ്രസിനെ ലീഗുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ഒരു പ്രതീകമായിട്ട് കോൺഗ്രസിനെ ചൂണ്ടിക്കാണിക്കുകയും ആ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എതിരായിട്ട് ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വാഭാവികമായിട്ടും BJP കാണിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ന്യൂനപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു പാർട്ടിയായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും അധികം പ്രയോജനകരമായി വന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ ശബരിമല വിവാദമാണ്. ശബരിമല വിവാദത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നുള്ള കാര്യത്തെ യാതൊരു സംശയവുമില്ല. അടുത്ത കാലത്ത് UDF കൺവീനറുടേതുൾപ്പെടെയുള്ള ചില ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് UDF കൺവീനർ നിൽക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ചില കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നതും സോണിയാഗാന്ധിയോടൊപ്പം ഇവർ നിൽക്കുന്നതുമായ ചിത്രങ്ങളുമൊക്കെ വന്നതോടുകൂടി കോൺഗ്രസ് ഒരു പടി പിന്നോട്ട് പോയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അത് ബഹിഷ്കരിച്ചുകൊണ്ട് CPMനെതിരായിട്ട് ഈ ശബരിമല വിഷയം ഒരിക്കൽ കൂടി കോൺഗ്രസിന് കത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അവിടെ സ്വർണ്ണക്കള്ള നടത്തിയത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കി കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ MLAമാർ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രണ്ട് ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി തീർച്ചയായിട്ടും ചിത്രങ്ങളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാകുന്നില്ല. പക്ഷേ CPMന് ഇതേ ചോദ്യം തന്നെ ചോദിക്കാം. CPMൻ്റെ നേതാക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് എന്തുകൊണ്ട് അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന്. അതെന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അവരുടെ റിപ്പോർട്ടിൽ ഇതെല്ലാം കലങ്ങി തെളിയും. കൃത്യമായി ഈ പ്രതികളാരാണെന്ന് വ്യക്തമാകും. അതുവരെ കാത്തിരിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ വീണ്ടും പരസ്പര ആരോപണങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ UDFനെ സംബന്ധിച്ച് UDFന് അനുകൂലമായിട്ടുള്ള ഒരു വികാരമാണ്, ഒരു നിലപാട്, ഒരു തരംഗമാണ് കേരളത്തിൽ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ പോലും പ്രതീക്ഷിച്ചതുപോലെ ഒരു എളുപ്പത്തിലുള്ളൊരു മുന്നേറ്റം സാധ്യമാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം ഒരു ഭാഗത്ത് BJP വളരെ ആവേശപൂർവ്വമായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. അവർ എത്ര സീറ്റും നേടും എന്നുള്ളതിനേക്കാളേറെ അവർ കോൺഗ്രസിൻ്റെ വിജയത്തെ എത്രമാത്രം ബാധിക്കും അല്ലെങ്കിൽ എത്രമാത്രം വിജയത്തെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ള വിഷയം അവിടെ ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത്തെ സംഗതി, കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അടിത്തറ വിപുലീകരിക്കുക എന്നുള്ളതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അവരുടെ ഒപ്പം കിട്ടുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് അല്പം മങ്ങലേറ്റിരിക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ UDFിലേക്കുള്ള വരവിന്
വാതിലടഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം സീറ്റ് ചർച്ചയൊക്കെ നടക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന സീറ്റുകൾ കൊടുത്തില്ലെങ്കിൽ അതൊരു കാരണം പറഞ്ഞ് അവർക്ക് മാറാം. പക്ഷേ എങ്കിൽ പോലും കെ എം മാണിയെപ്പോലെ ഇത് വളരെ സുദൃഢമായ തീരുമാനങ്ങളെടുത്ത് CPM പോലൊരു പാർട്ടിക്കെതിരെ ഒരു തീരുമാനമെടുത്ത് LDF ഇറങ്ങി വരാനുള്ള ഒരു തൻ്റെ ഇടം ജോസ് കെ മാണിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം CPM-നെ സംബന്ധിച്ച് ജോസ് കെ മാണി അവിടെ വിരട്ടി നിർത്താൻ അല്ലെങ്കിൽ പേടിപ്പിച്ച് നിർത്താനുള്ള പല കാരണങ്ങളുമുണ്ട്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് തൻ്റെ ഇടമായിട്ട് ഇറങ്ങി വന്ന് തിരഞ്ഞെടുപ്പിന് നിൽക്കാനുള്ള ഒരു ധൈര്യം പോരതാനും. അവിടെ LDF തന്നെ വീണ്ടും നിന്ന് ഒരു ക്ഷീണം സംഭവിച്ചാൽ പോലും, ഭരണം നഷ്ടപ്പെട്ടാൽ പോലും അവിടെ തന്നെ നിൽക്കാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനമെങ്കിൽ UDF-നെ സംബന്ധിച്ച് അവരുടെ ബേസ് വികസിപ്പിക്കുക എന്നുള്ള കാര്യം ഉടനെ നടക്കണമെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിജയം വളരെ ഒരു ഈസി വോക്ക് ഓവറാണ് അല്ലെങ്കിൽ കേക്ക് വോക്ക് ഓവറാണ് എന്ന് കരുതാൻ ഇപ്പോഴും സമയമായിട്ടില്ല എന്നർത്ഥം. മാത്രമല്ല ശശി തരൂരിനെ പോലെയുള്ള കേരളത്തെ മൊത്തം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ഇപ്പോഴും കൂടെ നിർത്താനായിട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ നേതാക്കളുടെ പ്രശ്നമൊന്നുമല്ല. VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ശശി തരൂരുമായിട്ട് ചർച്ചകൾ നടത്തുകയും അദ്ദേഹവുമായിട്ട് നല്ല ധാരണയിലാണെങ്കിലും ഹൈക്കമാൻഡുമായി ശശി തരൂർ ഇപ്പോഴും ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി ശശി തരൂരിന് ഇപ്പോഴും ഒരു മനപ്പൊരുത്തം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് ശശി തരൂരിനെ പൂർണ്ണമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പ്രചാരണ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഇപ്പോഴും UDF-ന് കഴിഞ്ഞിട്ടില്ല. അത് കഴിയുന്നില്ലെങ്കിൽ അതും UDF-നെ സംബന്ധിച്ച് ഇത്തവണ ഒരു ക്ഷീണം തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ആയുധങ്ങളും കയ്യിലുണ്ട്, എല്ലാ ശക്തിയും കയ്യിലുണ്ട്, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. എങ്കിൽ പോലും അതെല്ലാം സമാഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇപ്പോഴും UDF-ന് പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല.